കോട്ടയം ഏറ്റുമാനൂരിൽ ട്രെയിൻ തട്ടി മരിച്ച 3 പേരെ തിരിച്ചറിഞ്ഞു. ഏറ്റുമാനൂർ പാറോലിക്കൽ സ്വദേശികളാണ് മരിച്ചത്. 6 മണിയൊക്കെ ആയപ്പോഴാണ് എൻ്റെ മുകളിലായി ആ ഇടി നിൽക്കുന്ന എൻ്റെ വീട്. അതിൽ ഇറങ്ങി വന്നപ്പോഴത്തേനും ട്രെയിൻ ഓടിയിട്ടിരിക്കുക, ലൈറ്റ് കണ്ട് കുറച്ച് പോലീസുകാരൊക്കെ വന്നപ്പോട്ട് വന്നു നോക്കിയപ്പോഴത്തേനും 2-3 ബോഡി കിടപ്പുണ്ട്. അവർ ഇങ്ങനെ പറഞ്ഞ് ഓരോരുത്തരെയൊക്കെ എന്നാൽ വണ്ടിയെല്ലാം ക്ലോസ് ആക്കി. അത് കഴിഞ്ഞതിന് ശേഷം അവർ ഫയർ പോലീസുകാർ വന്ന് ഇതെല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞു. പിന്നെ ഇത് യാത്ര ചെയ്ത ആൾക്കാർ കുറവായത് എന്നുവെച്ചാൽ ഇത്ര അവിടെ നിന്ന് ആ ലൈറ്റില്ലേ അവിടെ വരെ വണ്ടി വരും. മാതാവ് ഹോസ്പിറ്റലിൻ്റെ അവിടെയാണ്. അപ്പോൾ ഇവിടെ ഒന്നുള്ളതൊന്നുമില്ല. ഇന്ത്യക്കാരാണ് പോലീസുകാർ പറയുന്നത്. അത് മുഖത്തൊന്നും കാണാനൊന്നും പറ്റിയ മോഹൻലാൽ പോയി തല ഇവിടെയെല്ലാം കണ്ടിട്ട് പോയി. പിന്നെ ഒരു കൊച്ചിനെ മാത്രം ഇത് തലയെല്ലാം ഇടിച്ചിങ്ങനെ ആളെയൊന്നും അറിയാൻ പറ്റിയില്ല. ടോബി ജോൺസൺ ചേരുന്നുണ്ട്. സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ചേരുകയാണ്. ടോബി, എങ്ങനെയാണ് ദാരുണമായ സംഭവം ഉണ്ടായത് എന്നതിൽ വ്യക്തതയുണ്ടോ? ഹാഷ്മി, ഈ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഇവർ മലയാളികളാണ്, പാറോലിക്കൽ സ്വദേശികളാണ്. അതായത് ഏറ്റുമാനൂരിന് സമീപമുള്ള പാറോലിക്കൽ എന്ന് പറയുന്ന അപകടം നടന്ന ഈ സ്ഥലത്തിന് ഏകദേശം അടുത്തുള്ള ആളുകൾ തന്നെയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഇവരുടെ വിവരങ്ങൾ നിലവിൽ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കുറച്ചുകൂടി വ്യക്തത വന്നതിന് ശേഷം ആ വിവരങ്ങൾ പുറത്തുവിടാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രാവിലെ 5:30 കൂടിയാണ് ഈ അപകടം നടന്നത്, ഈ സംഭവം നടക്കുന്നത്. കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് കോട്ടയത്ത് നിന്നും ഏറ്റുമാനൂരിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ പാറോലിക്കൽ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അവിടെ വെച്ച് ഈ അപകടമുണ്ടായി. ഉടൻ തന്നെ അത് ഈ ലോക്കോ പൈലറ്റ് ഏറ്റുമാനൂർ സ്റ്റേഷനിൽ ഈ വിവരം അറിയിക്കുന്നു, റെയിൽവേ സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു. അവരാണ് പോലീസിനോട് ഇക്കാര്യം പങ്കുവച്ചത്. തുടർന്ന് പോലീസ് ഇവിടെ എത്തി പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ 3 മൃതദേഹങ്ങൾ റെയിൽവേ ട്രാക്കിൽ കിടക്കുന്ന കാഴ്ച കാണാനായത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ച ആ മൃതദേഹം അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ആത്മഹത്യ തന്നെയാണെന്നുള്ളൊരു നിഗമനമാണ് പോലീസിന് ഇപ്പോൾ ഉള്ളത്. നേരത്തെ പോലീസ് പങ്കുവച്ച വിവരപ്രകാരം ഈ പാറോലിക്കൽ സ്വദേശികളാണ് ഇവർ. ഒരു അമ്മയും 2 കുട്ടികളുമാണ്. ഒരു കുട്ടിക്ക് 11 വയസ്സും ഒരു കുട്ടിക്ക് 10 വയസ്സും ഉണ്ടെന്നാണ് പറയുന്നത്. അവർക്ക് കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ, ഈ മരിച്ച സ്ത്രീയുമായി അവരുടെ ഭർത്താവ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതേ തുടർന്നുണ്ടായ ഒരു ആത്മഹത്യയാണോ എന്നൊരു സംശയമാണ് പോലീസിന് പ്രാഥമികമായിട്ടുള്ളത്. എന്തായാലും ആ കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണം. അതിനുശേഷം ആ ഒരു പ്രാഥമിക അന്വേഷണമൊക്കെ നടത്തിയതിനു ശേഷം അവരുടെ വിവരങ്ങൾ പുറത്തുവിടാമെന്നാണ് പറയുന്നത്. ഇവരുടെ ബന്ധുക്കൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ മൃതദേഹങ്ങൾ ഇവിടെ നിന്നും കൊണ്ടുപോയത്. ഈ ട്രെയിൻ വരുമ്പോൾ ഇവർ ഈ ട്രാക്കിലേക്ക് കയറി നിന്നു എന്നുള്ള ഒരു വിവരമാണ് ലോക്കോ പൈലറ്റ് പങ്കുവച്ചിട്ടുള്ളത്. ഈ അപകടം നടന്നതിന് തൊട്ട് പിന്നാലെ ഈ റൂട്ടിലുള്ള ട്രെയിൻ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ മൃതദേഹങ്ങൾ മാറ്റിയതിനെ തുടർന്ന് ഈ വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുമുണ്ട്. ഹാഷ്മി, അവിടുന്ന് മാറി നിൽക്കി. ഓക്കെ ടോബി ജോൺസൺ ആണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സേഫ് ആൻഡ് സെക്യൂർ നൽകി ടോബി. എന്തായാലും അവിടെ 3 പേർ ട്രെയിൻ തട്ടി മരിച്ചത് മലയാളികളാണ് എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ വരുന്നത്. മലയാളികളാണോ എന്ന ചില സംശയം മാത്രമായിരുന്നു. അത് സങ്കടകരമാവണം സ്ഥിരീകരിക്കുന്നത് മലയാളികൾ തന്നെ.